Defense Aim mobile app for defense pre-recruitment rally. Respect. Upgrade yourself. ഹായ് ഫ്രണ്ട്സ്, ഡിഫൻസ് എയിം ചാനലിൻ്റെ മറ്റൊരു സുപ്രധാന എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ എയർഫോഴ്സിൽ ഒരു കരിയർ ആഗ്രഹിച്ച് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കൈവന്നിരിക്കുന്ന ഒരു സുവർണ അവസരത്തെ പറ്റിയാണ് ഇന്നത്തെ ഡിഫൻസ് എയിം ചാനൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ വിവിധ കേന്ദ്രങ്ങളിലായി 83 സിവിലിയൻ സ്റ്റാഫ് ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി 28 നവംബർ 2021 കാത്തിരിക്കാതെ എത്രയും വേഗം തന്നെ അപേക്ഷ അയക്കുക. ഇനി നമുക്ക് റിക്രൂട്ട്മെൻറ്റിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. നേരിട്ടുള്ള നിയമനമാണ്, അതായത് എയർഫോഴ്സ് സ്റ്റേഷനിൽ വെച്ച് ഇതിൻ്റെ ടെസ്റ്റും ഇൻ്റർവ്യൂകളും നടത്തുന്നു. എന്നിട്ടായിരിക്കും കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കുന്നത്. ഇതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് നമ്പർ 05/2021/DR എന്നാണ്. ആകെ ഒഴിവുകൾ 83 ആൾ ഇന്ത്യ വേക്കൻസിയാണ്. കേരളത്തിലുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്കും ഇതിന് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. വേക്കൻസി ഉള്ള പ്ലേസും ഓരോ വേക്കൻസികൾക്കും അപേക്ഷിക്കേണ്ട യോഗ്യതയും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി സൂപ്രണ്ടൻറ്റ് ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആസാമിലെ തേജ്പൂർ എയർപോർട്ട് സ്റ്റേഷനിലാണ് വേക്കൻസി. ഇതിന് അപേക്ഷിക്കേണ്ട ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ട യോഗ്യത എന്തെന്നാൽ മിനിമം യോഗ്യത ബിരുദം അല്ലെങ്കിൽ ഇക്വാലൻ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ്. രണ്ടാമതായി ലോവർ ഡിവിഷൻ ക്ലർക്ക് 12 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എയർഫോഴ്സ് സ്റ്റേഷൻ ആഗ്ര, പത്താൻകോട്ട്, കാൺപൂർ, ചണ്ഡീഗഡ് എന്നീ സ്ഥലങ്ങളിൽ ഒരു വേക്കൻസി വീതവും. വെസ്റ്റേൺ എയർ കമാൻഡ് ഡൽഹിയിൽ ഒരു വേക്കൻസി, അലഹബാദിലേക്ക് 2 വേക്കൻസി, തേജ്പൂരിൽ 2 വേക്കൻസി, ഡൽഹിയിൽ 3 വേക്കൻസി. ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന് അപേക്ഷിക്കേണ്ട ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്തെന്നാൽ ഉദ്യോഗാർത്ഥി +2 പാസ്സായിരിക്കണം, ഇംഗ്ലീഷ് ടൈപ്പിംഗ് അറിഞ്ഞിരിക്കണം. അതായത് 1 മിനിറ്റിൽ 35 വേർഡ് ഇംഗ്ലീഷ് ടൈപ്പിംഗ് അല്ലെങ്കിൽ 30 വേർഡ് ഹിന്ദി ടൈപ്പിംഗ് അറിഞ്ഞിരിക്കേണ്ടതാണ്. അടുത്ത വേക്കൻസി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന കുക്ക് ഓർഡിനറി ഗ്രേഡിലാണ്. 5 വേക്കൻസിയാണ് ടോട്ടൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എയർഫോഴ്സ് സ്റ്റേഷൻ ജയ്സാൽമീർ, ചണ്ഡീഗഡ്, പാലം എന്നിവിടങ്ങളിലേക്ക് ഓരോ വേക്കൻസിയും, ന്യൂഡൽഹിയിലേക്ക് 2 വേക്കൻസിയുമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനപേക്ഷിക്കേണ്ട ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ട യോഗ്യത മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ ഇക്വാലൻ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. 1 വർഷത്തെ എക്സ്പീരിയൻസ്, അതല്ലെങ്കിൽ കാറ്ററിംഗിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കുകയും വേണം. കാർപ്പൻ്റർ സ്കിൽഡ് 1 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. പത്താൻകോട്ട് എയർഫോഴ്സ് സ്റ്റേഷനിലേക്കാണ് ഈ വേക്കൻസി. ക്വാളിഫിക്കേഷനായി 10ാം ക്ലാസ് പാസും കാർപ്പൻ്റർ ട്രേഡിൽ ITI സർട്ടിഫിക്കറ്റുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 5ാമതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന വേക്കൻസികളാണ് സിവിലിയൻ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ഓർഡിനറി ഗ്രേഡ്. ഇതിലാണ് ഏറ്റവും കൂടുതൽ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 45 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എയർഫോഴ്സ് സ്റ്റേഷൻ തേജ്പൂർ, ഗോഹട്ടി, ഹക്കീംപേട്ട്, ബാലഗാവി, പാലം, ക്ലമൻ ടൗൺ, കാമരൂപ്, കാൺപൂർ എന്നിവിടങ്ങളിലേക്ക് ഓരോ വേക്കൻസിയും. മധ്യപ്രദേശിലെ ആംലയിൽ 2 വേക്കൻസിയും. ശ്രീനഗർ, കോയമ്പത്തൂർ, നാസിക് എന്നിവിടങ്ങളിൽ 3 വേക്കൻസിയും. ആവടി, കാൺപൂർ എന്നിവിടങ്ങളിൽ 4 വേക്കൻസിയും. താമ്പാരത്ത് 5 വേക്കൻസിയും. ബീഗംപേട്ടിൽ 6 വേക്കൻസി. അലഹബാദിൽ 7 വേക്കൻസി. ഇതിന് അപ്ലൈ ചെയ്യേണ്ട ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയ യോഗ്യതകൾ എന്തൊക്കെയെന്ന് നോക്കിയാൽ ഉദ്യോഗാർത്ഥികൾ മെട്രിക്കുലേഷൻ പാസ്സായിരിക്കണം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. ലൈറ്റ് ഹെവി ഡ്രൈവിംഗ് ലൈസൻസും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കുകയും വേണം. അടുത്ത വേക്കൻസി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഫയർമാൻ ട്രേഡിലേക്കാണ്.
ചണ്ഡീഗഡ് എയർഫോഴ്സ് സ്റ്റേഷനിലേക്കാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഒരു വേക്കൻസി മാത്രമേ ഉള്ളൂ. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ഉദ്യോഗാർത്ഥിക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വിദ്യാഭ്യാസ യോഗ്യതയായി 10th പാസ് അല്ലെങ്കിൽ ഈക്വലൻ്റ് പാസ്സായിരിക്കണം. ഒരു സംസ്ഥാന ഫയർ സർവീസ് അല്ലെങ്കിൽ പ്രശസ്തമായ ഒരു അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് ഫയർ ഫൈറ്റിംഗ് പരിശീലനം നേടിയിരിക്കണം. എല്ലാത്തരം ഫയർ എഞ്ചിനുകൾ, ഫയർ എക്സ്റ്റിങ്ക്വിഷറുകൾ, ഹോസ് ഫിറ്റിംഗ്സ് എന്നിവയുടെ ഉപയോഗവും പരിപാലനവും അറിഞ്ഞിരിക്കണം. ഫയർ എഞ്ചിനുകൾ, ട്രെയിലർ, ഫയർ പമ്പുകൾ, ഫോം ബ്രാഞ്ചുകൾ തുടങ്ങിയവ ഉപയോഗിക്കാൻ അറിഞ്ഞിരിക്കുകയും വേണം. ഇതിലേക്ക് വേണ്ട ശാരീരിക യോഗ്യത എന്തെന്നാൽ ഉദ്യോഗാർത്ഥിക്ക് മിനിമം ഉയരം 165 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം. ST വിഭാഗത്തിന് 2.5 സെൻറ്റിമീറ്റർ ഇളവ് കിട്ടുന്നതാണ്. നെഞ്ചളവ് 81.5 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷനും ഉണ്ടായിരിക്കണം. തൂക്കം മിനിമം 50 കിലോ ഉണ്ടായിരിക്കുകയും വേണം. കൂടാതെ ഫിസിക്കൽ എൻട്രൻസ് ടെസ്റ്റ് പാസ്സായിരിക്കുകയും വേണം. 7ാമതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ട്രേഡാണ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്. ടോട്ടൽ 18 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എയർഫോഴ്സ് സ്റ്റേഷൻ അലഹാബാദിലേക്ക് 1 വേക്കൻസിയും, എയർഫോഴ്സ് സ്റ്റേഷൻ ആഗ്ര, ചണ്ഡീഗഡ് എന്നിവിടങ്ങളിലേക്ക് 3 വേക്കൻസിയും, ഗുഡ്ഗാവ് എയർഫോഴ്സ് സ്റ്റേഷനിലേക്ക് 4 വേക്കൻസിയും, കാൺപൂർ എയർഫോഴ്സ് സ്റ്റേഷനിലേക്ക് 7 വേക്കൻസിയുമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ ട്രേഡിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട അടിസ്ഥാന യോഗ്യത എന്തെന്നാൽ ഉദ്യോഗാർത്ഥി മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത ഉണ്ടായിരിക്കണം. ഒപ്പം തന്നെ 1 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. ഈ വേക്കൻസികളിലേക്കെല്ലാം അല്ലെങ്കിൽ ഈ ട്രേഡുകളിലേക്കെല്ലാം അപേക്ഷിക്കാൻ വേണ്ട അടിസ്ഥാന യോഗ്യത എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇതിലേക്ക് അപേക്ഷിക്കേണ്ട പ്രായപരിധി എന്ന് പറഞ്ഞാൽ 18 വയസ്സിനും 25 വയസ്സിനും മധ്യേ ഉള്ളവരായിരിക്കണം അപേക്ഷ അയക്കേണ്ടത്. SC ST കാൻഡിഡേറ്റ്സിന് 5 വർഷത്തെ ഇളവും OBC കാൻഡിഡേറ്റ്സിന് 3 വർഷത്തെ ഇളവും ലഭിക്കുന്നതാണ്. ഫീസ് അപ്ലൈ ചെയ്യാനുള്ള ഫീസ് ജനറൽ, OBC, EWS കാൻഡിഡേറ്റ്സിന് 100 രൂപയും, SC ST PWD സ്റ്റാഫ്, എക്സ് സർവീസ് വൺ എന്നിവർക്ക് ഫീസ് അടയ്ക്കേണ്ടതില്ല. ഫീസ് ഓൺലൈനായിട്ടാണ് അടയ്ക്കുന്നത്. അപേക്ഷ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദിയിൽ ടൈപ്പ് ചെയ്ത്, അതായത് വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഫോർമാറ്റ് പ്രകാരമുള്ള അപേക്ഷ സാധാരണ തപാൽ മുഖേന ബന്ധപ്പെട്ട എയർപോർട്ട് സ്റ്റേഷനിൽ എത്തിച്ചേരേണ്ടതാണ്. രജിസ്റ്റർ ചെയ്ത പോസ്റ്റ്, സ്പീഡ് പോസ്റ്റ്, കൊറിയർ വഴി അയക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല എന്ന് ഓർമ്മ വേണം. വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, സാങ്കേതിക യോഗ്യത, ശാരീരിക വൈകല്യമുള്ളവർ, അനുഭവ പരിചയ സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്, അതായത് SC ST OBC ഉദ്യോഗാർത്ഥികളുടെ കാര്യത്തിൽ യോഗ്യതയുള്ള സിവിൽ അധികാരികൾ നൽകിയ സർട്ടിഫിക്കറ്റ് മുതലായവ എല്ലാ രേഖകളും അപേക്ഷയോടൊപ്പം സ്വയം സാക്ഷ്യപ്പെടുത്തി അയക്കേണ്ടതാണ്. OBC ഉദ്യോഗാർത്ഥികളെ അവരുടെ സംവരണ കോട്ടയ്ക്ക് എതിരായി നിയമിക്കുകയാണെങ്കിൽ അവരുടെ ജാതി OBCകളുടെ സെൻട്രൽ ലിസ്റ്റിന് കീഴിൽ ലിസ്റ്റ് ചെയ്യണം. കാരണം സെൻട്രൽ ലിസ്റ്റിന് കീഴിലുള്ള ജാതികളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ കേന്ദ്ര സർവീസുകളിലേക്ക് നിയമനത്തിന് അർഹതയുള്ളൂ. എക്സ് സർവീസ്മാൻ്റെ കാര്യത്തിൽ സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഡിസ്ചാർജ് ബുക്കിൻ്റെ ഫോട്ടോ കോപ്പി അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന സാമ്പിൾ അപേക്ഷാ ഫോറം ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദിയിൽ ടൈപ്പ് ചെയ്ത് ഫില്ലപ്പ് ചെയ്ത് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് ലേറ്റസ്റ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോയോടൊപ്പം 10 രൂപ സ്റ്റാമ്പ് ഒട്ടിച്ച് സെൽഫ് അഡ്രസ്ഡ് കവർ സഹിതം ബന്ധപ്പെട്ട എയർഫോഴ്സ് സ്റ്റേഷൻ കമാൻഡർക്ക് നോർമൽ തപാലിൽ അയക്കാവുന്നതാണ്. വിശദ വിവരങ്ങൾക്ക് അടുത്തുള്ള AFPTയുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെടുകയോ 8589999017 എന്ന നമ്പറിൽ കാൾ ചെയ്യാവുന്നതുമാണ്. മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും ഡിഫൻസ് എയിം ചാനലിൽ കണ്ടുമുട്ടാം. അതുവരേക്കും നമസ്കാരം. ജയ് ഹിന്ദ്. മിലിറ്ററി, പാരാമിലിറ്ററി ആൻഡ് പോലീസ് ഫോഴ്സുകളിലേക്ക് സെലക്ഷന് വേണ്ടിയുള്ള ഫിസിക്കൽ ട്രെയിനിങ്ങിനും റിട്ടേൺ എക്സാം ട്രെയിനിങ്ങിനുമായി കേരളത്തിലുടനീളം സജീവമായി പ്രവർത്തിക്കുന്ന AFPTയുടെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ട്രെയിനിങ് സെന്ററിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ. എക്സ് ഡിഫൻസ് ഓഫീസേഴ്സ് തന്നെയായിരിക്കും AFPTയുടെ എല്ലാ സെന്ററുകളിലും ഫിസിക്കൽ ട്രെയിനിങ്ങും റിട്ടേൺ എക്സാം ട്രെയിനിങ്ങും നൽകുന്നത്. നേരിട്ട് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഡിഫൻസ് എയിം ആപ്പ് വഴിയും ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാം. ആപ്പ് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ഒരു കൂട്ടം എക്സ് ഡിഫൻസ് ഓഫീസേഴ്സിനൊപ്പം
ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ടുള്ള റെസിഡൻഷ്യൽ ക്യാമ്പിലെ വിദ്യാർത്ഥികൾക്ക് പൂർണ്ണ വിജയം ഉറപ്പുവരുത്താവുന്നതാണ്. ഞങ്ങളുടെ സ്ഥാപനത്തിൽ ചേർന്ന് പഠിക്കാൻ തൽപരരാണെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള AFPT സെൻറ്ററുകളിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. AFPTയുടെ ബ്രാഞ്ചുകൾ കാഞ്ഞങ്ങാട്, വടകര, കോഴിക്കോട്, നിലമ്പൂർ, പെരിന്തൽമണ്ണ, തിരൂർ, പാലക്കാട്, തൃശ്ശൂർ, അങ്കമാലി, എറണാകുളം, കോട്ടയം, ചേർത്തല, ആലപ്പുഴ, കായംകുളം, പത്തനംതിട്ട, കൊട്ടാരക്കര, കൊല്ലം, ആറ്റിങ്ങൽ, നെയ്യാറ്റിങ്കര, മാർത്താണ്ഡം, നാഗർകോവിൽ, മധുരൈ, തിരുച്ചിറപ്പള്ളി, കോയമ്പത്തൂർ. കൂടുതൽ വിവരങ്ങൾക്ക് 8589999017 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ഒരു പണിക്കും പോവാതെ കൊറോണ എന്ന് പറഞ്ഞിരുന്നാ മതിയല്ലോ. ഇങ്ങനെ പോത്ത് പോലെ വളർന്നതല്ലാതെ കാശിന് ഗുണമില്ല. ഇവനൊക്കെ ഇനി നന്നാവോ? The one thought that can change your life. India. ഉള്ളിൽ ഇന്ത്യ എന്ന വികാരമുള്ള ഏത് ചെറുപ്പക്കാരനും വിലപ്പെട്ടതാണ്. അവനെ കാത്തുരക്ഷിക്കാനും അവന്റെ ജീവിത നിലവാരം ഉയർത്താനും ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ്. ജീവിതത്തിൽ ഉയരങ്ങളിലെത്തണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹമുള്ള യുവാക്കൾ, നിങ്ങളെയാണ് ഭാരതത്തിന് ആവശ്യം. ഡിഫൻസ് എയിം മൊബൈൽ ആപ്പ് ഫോർ ഡിഫൻസ് പ്രീ റിക്രൂട്ട്മെന്റ് റാലി. ഡൗൺലോഡ് നൗ.